ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ കേക്കാണ്, അതായത് ഇറച്ചി കേക്ക്. നമുക്ക് നോമ്പ് സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ നോമ്പ് സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് എണ്ണ ഒന്നും ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിനായിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നിറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, അപ്പോൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേവിച്ചിട്ട് ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് മിക്സിയിലിട്ട് കറക്കിയെടുക്കേണ്ട, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതോടെ മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എല്ലാം കൂടിയിട്ട് നമുക്കതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉണ്ടാക്കി വെച്ച മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടാറിയിട്ടുണ്ടാവും, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുട്ടയും മസാലയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ ഞാനൊരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഒരു ദോശക്കല്ലിൻ്റെ മുകളിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്, ഡയറക്റ്റ് അല്ല. അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മുടെ മിക്സ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റിനുള്ളത് റെഡിയാവും. അപ്പോൾ ആവിയൊക്കെ ഒന്ന് പോകാതിരിക്കാൻ ഓട്ടൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുത്തി കൊടുക്കാം. അപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറച്ചി കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്ക് കൂടിയാണ്. നോമ്പിൻ്റെ സമയത്തൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്കിത് ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ പിന്നെ മീനായിട്ടുള്ള ചെമ്മീനൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നോമ്പ് സമയത്ത് എണ്ണൊന്നും പറ്റാത്തവർക്ക് ഇതുണ്ടാക്കാം. അപ്പോൾ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒന്ന് ചൂടാറിന് ശേഷം കഴിക്കാം. നല്ല ടേസ്റ്റാണിത്, ഹെൽത്തിയുമാണ്. അത്യാവശ്യം നല്ലൊരു വയറ് നന്നായിട്ട് ഫില്ലാവുന്നൊരു സംഭവമാണ്. ഹെൽത്തിയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതൊരു 15 മിനിറ്റ് മതി ഇതൊന്നും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്ത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം.
ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പിൻ്റെ ടൈമിലൊക്കെ ഇടയ്ക്കൊരു വ്യത്യാസമായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വൈകുന്നേരം സ്നാക്കായിട്ടും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.